ഈശ്വര, സ്വപ്നത്തിൽ കണ്ടതാണോ ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? ഞാനറിയാതെ അർച്ചനയിലേക്ക് കൂടുതൽ അടുക്കുകയാണ് ഞാനറിയാതെ എൻ്റെ മനസ്സ് അർച്ചനയെ സ്വീകരിക്കാൻ തയ്യാറായോ? ഹലോ, ഇതെങ്ങോട്ടാ ഈ ചാടിക്കുതിച്ച് കയറി പോകുന്നേ? ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോ പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ട്. ചേച്ചിയെ കെട്ടിച്ച ബന്ധത്തില് ആ മര്യാദകളൊക്കെ മറന്നോ? ഇങ്ങനെ എന്നും ചേച്ചിയെ കണ്ട് വിശേഷം പറയാനും മാത്രം എന്ത് വിശേഷ വൃന്ദാവനം വീട്ടിൽ നടക്കുന്നേ? അതിന് ഞാൻ ചേച്ചിയെ കാണാൻ വന്നതെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ഞാൻ വന്നതേ സന്ദീപിനെ കാണാനാ. സന്ദീപിനെ കാണാനോ? എന്തിന്? അത് ഞാൻ സന്ദീപിനോട് പറഞ്ഞോളാം. വാടി, നീ എവിടെ പോകുന്നേ? അങ്ങനെ നീ ഇപ്പൊ സന്ദീപിനെ കാണുന്നില്ലെങ്കിലോ? നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടടി സന്ദീപിനെ കാണാനാ വന്നെന്ന് നീ എന്റെ മുഖത്ത് നോക്കി പറയുന്നേ? അനക്ക, നീ മുന്നിൽ നിന്ന് മാറ്. ഇല്ലെങ്കിൽ നീ എന്നെ തല്ലുവോ? എങ്കിൽ തല്ലടി. തന്തയ്ക്ക് പിറന്നവളാണെങ്കിൽ തൊല്ലടി. ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഞാൻ തന്തയ്ക്ക് പിറന്നവളാണെന്ന്? ഞാൻ വന്നതേ സന്ദീപിനെ കാണാനോ, കണ്ടിട്ടേ പോകുന്നുള്ളൂ. എന്നെ തടയാനോ മറ്റോ വന്ന നിങ്ങൾ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ട് പറഞ്ഞാ മതി. ഞാൻ ഫ്രീ ആണെങ്കിൽ വരാം. വേറെ പ്രശ്നം അനക്ക് നീ എന്തേ കാണിക്കുന്നേ? ഞാൻ കാണിക്കുന്ന മാത്രമേ ചേച്ചി കാണുന്നുള്ളൂ, വേറൊന്നും അറിയണ്ടല്ലോ. ഇപ്പൊ അതിന് മാത്രം എന്തുണ്ടായെന്നാ നീ പറയുന്നേ?
നിനക്ക് മനസ്സിലായോ ഞാൻ തന്തയ്ക്ക് പറഞ്ഞവളാണെന്ന്? ദേ, ഇപ്പൊ മനസ്സിലായോ എന്താ സംഭവിച്ചെന്ന്? അതിനിപ്പം ഞാൻ എന്ത് വേണമെന്നാ നീ പറയുന്നേ? ചോദിക്കണം. എന്നെ കൈ നീട്ടി അടിക്കാൻ മാത്രം അവൾ ആരാന്ന്. എന്നിട്ട് ഇങ്ങോട്ട് കിട്ടിയ പോലെ ഒരടി അങ്ങോട്ടും കൊടുക്കണം. അല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. ചേച്ചി വന്നേ, വരാൻ. തോന്നിവാസം കാണിക്കരുത്. തോന്നിയവാസോ? എന്ത് തോന്നിയവാസം? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ സന്ദീപിന് എന്നോട് ദേഷ്യം? സന്ദീപിനോട് ഞാൻ പറഞ്ഞല്ലേ കാണണ്ടാന്ന്. അപ്പൊ ഇയാൾക്കല്ലായിരുന്നു അത്യാവശ്യം. അവസാനം ഞാനാണെന്ന് മനസ്സിലായപ്പോ ഇയാൾക്കെന്താ ആവേശമൊക്കെ തണുത്തുപോയോ? മിസ് കോളുകളും വിളികളും സന്ദീപിന്റെ നമ്പറിൽ നിന്നായിരുന്നു എന്ന് ആദ്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. പിന്നെ തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകി. ഇയാളുടെ ശബ്ദം ഒന്ന് കേൾക്കാതെ ഉറങ്ങാൻ കഴിയില്ലെന്നായി. ഇനി ജീവിക്കാനും കഴിയില്ലെന്നായി. സന്ദീപിന് എന്നോട് അത്യാവശ്യമായിട്ടെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നെ കാണണമെന്ന് പറഞ്ഞ പറയൂ, ഇപ്പൊ പറയും. സന്ദീപിന് എന്താ എന്നോട് പറയാനുള്ളത്? സന്ദീപ് കാണാൻ ആഗ്രഹിച്ച ആള് തന്നെ മുൻപിൽ വന്ന് നിൽക്കുന്ന അറിയും. എന്താ എന്നോട് പറയാനുണ്ടായിരുന്നത്? എന്താ? ഒന്നും പറയാനില്ല. അതിലെ പ്ലീസ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത്. ആരെങ്കിലും കേട്ടോ? അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. എന്നിട്ട് ചോദിക്കട്ടെ എന്നോട്. ഞാൻ പറഞ്ഞോളാം മറുപടി. എന്ത് മറുപടി? നമ്മൾ തമ്മിൽ അതിന് ഒന്നും ഉണ്ടായിരുന്നില്ലെന്നാണോ? എനിക്കറിയായിരുന്നു സന്ദീപിന് എന്നെ ഇഷ്ടമാണെന്ന്. സന്ദീപ് കാണുമെന്ന് തീർത്ത് പറഞ്ഞപ്പോ മുതല് തീ തിന്നുവോ ബാക്കിയുള്ളവര്. സന്ദീപിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നതിന് മുൻപ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് തല്ലുകൊള്ളാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ തീരുമാനിച്ചു, ഇനി സന്ദീപിനൊപ്പമേ ആദ്യം ജീവിക്കുന്നുള്ളൂ. എന്താ സന്ദീപിന് എന്നെ വിശ്വാസം വരുന്നില്ലേ? അതിലെ ഞാൻ താനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടല്ല ഇത്ര നാൾ സംസാരിച്ചതും കാണാൻ ആഗ്രഹിച്ചതും. എന്നുവെച്ചാ ഞാനാണെന്ന് അറിഞ്ഞപ്പോ സന്ദീപിന് എന്നെ സ്വീകരിക്കാനാവില്ല എന്നാണോ? എന്നെ ഇഷ്ടമല്ലെങ്കിൽ അല്ലെന്ന് പറയും. പറയാൻ അതിന് നീ വെറുതെ ബഹളം ഉണ്ടാക്കല്ലേ? ഞാൻ ബഹളം ഉണ്ടാക്കും. ഞാൻ ചോദിച്ചതിന് സന്ദീപ് ആൻസർ താ. എന്നെ ഇഷ്ടമാണോ അല്ലയോ? അതിന് അത് ഇഷ്ടമാണോ അല്ലയോ? അതിന് ഡോണ്ട് മേക്ക് നോയ്സ്.
എന്നെ ഇഷ്ടമല്ലെങ്കിൽ തിരിച്ചു തല്ല്. തല്ലാൻ. ചേച്ചി, വിട്. നീ എന്ത് ചെയ്യാൻ പോവാ? അവളെ കൊല്ലാൻ. ദേ, നീ വെറുതെ എടുത്തു ചാടരുത്. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം നമുക്ക്. ഈ കണ്ടതിനാണോ പരിഹാരം ഉണ്ടാക്കാൻ പോകുന്നത്? എന്നെ ഇഷ്ടമല്ലെങ്കിൽ അല്ലെന്ന് പറയും. പറയാൻ. സന്ദീപേ, സന്ദീപേ, നീ വെറുതെ എന്നെ ടെൻഷൻ ആക്കരുത്. വേറെ ആരെങ്കിലും കാണോ കേൾക്കോ എന്നുള്ളതാണോ സന്ദീപിന്റെ പ്രശ്നം? ഇനി പറയും, സന്ദീപ് എന്താ എന്റെ കോൾ എടുക്കാതിരുന്ന? സന്ദീപ് എന്തെങ്കിലും വാ തുറന്ന് പറയുന്നുണ്ടോ? ഞാനെന്ത് പറയാനാ? നീയല്ലെല്ലാം ചെയ്തു വെച്ചത്. അതെ, ഞാൻ ഒറ്റയ്ക്ക്. ഇയാളുടെ കുറെ പഞ്ചാര വർത്തമാനത്തിൽ വീണു പോയതാ ഞാൻ ചെയ്ത കുറ്റം. സന്ദീപ് ഇപ്പൊ നിൽക്കുന്ന പോലെ അവിടെ എവിടെയും തൊടാതെ നിൽക്കാൻ എനിക്കും ആവുമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്യാത്തത് അതിൽ ഞാനൊരു ആത്മാർത്ഥത കണ്ടതുകൊണ്ട്. പക്ഷെ സന്ദീപോ, ആ ശബ്ദത്തിന്റെ പുറകിൽ ഞാനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ സന്ദീപിന് എന്നെ വേണ്ടാതായി അല്ലേ? സന്ദീപ് എന്നോട് പണ്ട് ഫോണിൽ കൂടി പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഒരു ദിവസം പോലും എന്നോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന്. ആ സന്ദീപാണോ ഇപ്പൊ ഞാൻ വിളിച്ച ഫോൺ എടുക്കാത്ത? എന്നിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് മുന്നിൽ വന്നു എന്ന് എല്ലാം തുറന്ന് പറയണമെന്ന്. ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇവിടെ കയറി വരേണ്ടി വരില്ലായിരുന്നു. നമ്മുടെ സ്വപ്നങ്ങള്, ആഗ്രഹങ്ങള്, പൊട്ടിച്ചിരികള് എല്ലാം എത്ര നിമിഷം കൊണ്ട് അവസാനിച്ചാ നോക്ക്. എന്തെങ്കിലും ഒരു ദിവസം സന്ദീപ് എല്ലാം അറിയുമ്പോ സന്ദീപ് എന്നോട് ദേഷ്യപ്പെടുമെന്ന് ഞാൻ കരുതി. ചിലപ്പോ ഒരു തല്ലില് ദേഷ്യം തീർക്കുമെന്നും കരുതി. അതിലൊന്നും എനിക്ക് പരാതിയില്ലായിരുന്നു. പക്ഷെ സന്ദീപ് ചെയ്തതാണോ? വിളിച്ചെടുക്കാതിരിക്കാൻ
മെസ്സേജ് അയച്ച റിപ്ലൈ തരാതിരിക്കുക. ഒരുമാതിരി ചീപ്പ് റിവെഞ്ച്. സന്ദീപിന് എന്നെ ഇഷ്ടമല്ലെങ്കിൽ എന്റെ കോൾ എടുത്തിട്ട് പറയണമായിരുന്നു. അല്ലാതൊരു ഭീരുവിനെ പോലെ ഈ വീടിനകത്ത് കയറി പതുങ്ങിയിരിക്കല്ല ചെയ്യേണ്ടത്. എല്ലാത്തിനും ഒരു അതിരുണ്ട് സന്ദീപ്. ആ അതിര് കടന്നു പോകുമ്പോഴാ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തു പോകുന്നത്. ശബ്ദത്തിലൂടെ മാത്രം പരസ്പരം അറിഞ്ഞവരാ നമ്മള്. എപ്പോഴൊക്കെയോ പരസ്പരം ഇഷ്ടമാണെന്ന് നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഞാനായതുകൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ. ആ കുഴപ്പം സന്ദീപിന്റെ മനസ്സിനെ എത്രത്തോളം ദുർബലപ്പെടുത്തുന്നു എനിക്കറിയില്ല. ഞാനാണ് സന്ദീപ് തിരഞ്ഞ ആളെന്നറിഞ്ഞ ശേഷം സന്ദീപ് ചെയ്തതൊക്കെ ഞാൻ മനഃപൂർവ്വം ക്ഷമിക്കുക. പക്ഷെ ഇപ്പൊ എനിക്കറിയണം സന്ദീപിന് ആതിരെ ഇഷ്ടമാണോ അല്ലയോ എന്ന്. സന്ദീപിനൊപ്പമേ ആതിര ജീവിക്കുന്നുള്ളൂ. വലിയ പ്രതീക്ഷയില്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ പോകുന്നത് വലിയൊരു തിരിച്ചറിവുമായിട്ടാ. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ച പുരുഷന് നട്ടല്ലില്ല എന്നുള്ള തിരിച്ചറിവുമായിട്ട്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അറിയാനുള്ള ഒരാഗ്രഹം കൊണ്ട്. ഒരിക്കൽ പോലും സന്ദീപിന് എന്നോടൊരു ഇഷ്ടം തോന്നിയിട്ടില്ല. ശരിക്കും പറഞ്ഞ ഞാനും മണ്ടി. സന്ദീപ് വെറുതെ ഓരോന്നും പറഞ്ഞപ്പോ അതൊക്കെ ഒരു ചെവി കൂടെ കേട്ടിട്ട് മറ്റേ ചെവി കൂടെ കളയാനുള്ളതിന് അതൊക്കെ ഞാൻ എന്റെ ഹൃദയത്തിൽ വെച്ചു. തുടങ്ങുന്നതിന് മുൻപ് അവളിപ്പോ ഒരു പ്രണയമായി പോയി എന്റേത്. ചിലപ്പോ ഇതൊക്കെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവിച്ചതുണ്ടാവും. ശരിക്കും ശരിക്കും ഹൃദയം നുറങ്ങിപ്പോവാ എന്റെ. ഈ വീട്ടിലേക്ക് വേറൊന്നും വക വെക്കാതെ ഞാൻ കയറി വരണമെങ്കിൽ സന്ദീപിന് എനിക്ക് എന്തുമാത്രം ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. ഓരോ ഫോൺ കോളിലും അമിതമായി സന്തോഷിച്ചതുണ്ടാവും. ഈശ്വരൻ അവസാനം ഇങ്ങനെ കൊണ്ട് നിർത്തിയത്. പക്ഷെ ഇതോടെ എല്ലാം അവസാനിച്ചൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം ഒന്നിക്കാതെ പോയ പ്രണയമോ ഏറ്റവും സുന്ദരമെന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ.